Hi guys, welcome to Career Talks with Avodha. ഇന്ന് നമ്മുടെ Career Talksൽ നമ്മുടെ കൂടെ എബിൻ ആണുള്ളത്. സോ എബിന്റെ വിശേഷങ്ങൾ നമുക്കറിയാം. സോ ഹായ് എബിൻ. Hi. How are you? എന്നാണ് വിശേഷം? Hi. നല്ലപോലെ പോകുന്നു. അപ്പം എബിൻ എവിടെ നിന്നാണ് വരുന്നേ? ഞാൻ മാഹിയാണ്. എവിടെയാണ്? മാഹി. ഓക്കെ, മാഹി, റൈറ്റ്? ഫൈൻ. ഓക്കെ, അപ്പൊ മാഹിയിലായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യാണ് ഇപ്പൊ കറന്റ് എബിൻ? ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്ത് കൊടുക്കായിരുന്നു. TJ ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനി, കൊച്ചി ബേസ്ഡ് കമ്പനി. ഓക്കെ, DJ ടെക്നോളജീസ്. TJ, ഫൈൻ. TJ ടെക്നോളജീസിൽ ഇപ്പൊ കറന്റ് ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് വർക്ക് ചെയ്യുന്നല്ലേ? ഡിജിറ്റൽ മാർക്കറ്റിംഗ്. SEO ആണ് കറക്റ്റ്. എന്തോ? SEO ആണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് SEO അങ്ങനെ. ഓക്കെ, ഫൈൻ. അപ്പം എനിവേ കൺഗ്രാറ്റുലേഷൻ എബിൻ ഫ്രം അവർ ഓൾ ഫാമിലി. അപ്പൊ എങ്ങനെയുണ്ട് വർക്കൊക്കെ? വർക്കൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ല വർക്ക് ആണ് അവിടെ ചെയ്യുന്നത് പറഞ്ഞേ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉള്ള പോസ്റ്റ് എടുത്തു, പക്ഷെ കൂടുതൽ SEO ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ SEO അനലിസ്റ്റിനുള്ള പോസ്റ്റ് ഇന്റേൺ ആയിട്ടാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഗൂഗിളിൽ ഈ സെർച്ചില് കമ്പനീസിന് ഫസ്റ്റ് എത്തിക്കുന്ന ആ വർക്കാണ്. കൂടുതൽ സബ്മിഷൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. കയറിയിട്ട് ഇപ്പൊ 1 മാസം ആയിട്ടുള്ളൂ. കൂടുതലായിട്ട് അങ്ങ് വന്നിട്ടില്ല. നല്ല രീതിയിൽ പോകുന്നുണ്ട്. ആണല്ലേ? ഓക്കെ. അപ്പം ഇപ്പം നമ്മുടെ അവോധയിൽ എങ്ങനെയാണ് വന്നേ? അവോധയുടെ ഭാഗമായത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അവോധ, ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിൽ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആണ്. സോ ഞാൻ ഈ കോഴ്സ് ഒന്നും ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ മാർക്കറ്റിംഗ് ഫീൽഡിൽ ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ വെറുതെ ഇന്ത്യയുടെ ലിങ്ക്ഡിനിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു അവോധക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ടാഗ് ഉള്ളതുകൊണ്ട് അവോധയുടെ ഒരു എഡ്യൂക്കേഷണൽ കൗൺസിലർ എന്നുള്ള ഒരു ജോബ് വേക്കൻസി എന്ന് പറഞ്ഞ കോൾ വന്നിരുന്നു കൊച്ചി ഓഫീസിൽ. അപ്പം അങ്ങനെയാണ് ഫസ്റ്റ് അവോധ അറിയുന്നത്. എന്നിട്ട് ഞാൻ കണ്ണൂർ ഓഫീസിൽ പോയി. പക്ഷെങ്കിൽ അത് വേറെ ഞാൻ വിചാരിച്ച ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലായിരുന്നു, കൗൺസിലർ ജോബ് ആയിരുന്നു. സ്റ്റുഡൻസിനെ ഈ അവോധനെ കൊണ്ട്. അപ്പൊ എനിക്ക് താല്പര്യമില്ല, ഞാൻ അവിടെ പോയിട്ടില്ല. അങ്ങനെയാണ് അവോധനെ കൊണ്ട് ഫസ്റ്റ് അറിയുന്നത്. അപ്പൊ അവിടെ നിന്നാണ് ഈ കോഴ്സിനെ കൊണ്ടും. പിന്നെ ഈ സെക്കൻഡ് ലോക്ക്ഡൌൺ വന്ന ടൈമിലാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, അപ്പം എന്തുകൊണ്ട് അവോധയിൽ തന്നെയുള്ള കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്തുകൂടാന്ന്. അങ്ങനെ ഞാൻ അവിടുന്ന് ജോയിൻ ചെയ്തു. കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു. അപ്പം ആര്യ എന്ന് പറഞ്ഞ ചേച്ചിയായിരുന്നു എല്ലാ ഹെൽപ്പിനും ഉണ്ടായിരുന്നു കൊച്ചി ഓഫീസിലെ ചേച്ചി. ആര്യ, ആ ചേച്ചിയാണ് എല്ലാത്തിനും സപ്പോർട്ടും. അവരാണ് ഈ കുറച്ചുകൂടി ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്തത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു അവോധയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ് ഒക്കെ? അടിപൊളിയായിരുന്നു. ഒന്നാമത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ക്ലാസ് ഇപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ ഞാൻ ഓൾറെഡി ക്ലാസ് തുടങ്ങിയിരുന്നു, പഠിക്കാൻ തുടങ്ങി ജോയിൻ ചെയ്തത് ഈ ഡിജിറ്റൽ മാർക്കറ്റ് താല്പര്യമുള്ളതുകൊണ്ട്. പക്ഷെ അവോധയുടെ മെയിൻ ആയിട്ട് വ്യത്യാസം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എടുത്ത ജോസഫ് സാറിന്റെ ക്ലാസ് ആയിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. അപ്പൊ സാറ് ഇത് ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു, ഏതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്ത ആളായിരുന്നു. അപ്പൊ മെയിൻ ആയിട്ട് എനിക്ക് നല്ലൊരു കാര്യം തോന്നിയെന്ന് വെച്ചാൽ സാറിന് കറക്റ്റ് അറിയാം എങ്ങനെയാണ് ഒരു കമ്പനിയിൽ അത് വർക്ക് ചെയ്യുന്നത്, ഡിജിറ്റൽ മാർക്കറ്റ് എങ്ങനെയാണ് നടക്കുന്നത് കറക്റ്റ് ആയിട്ട് അറിയാം. നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന ജസ്റ്റ് ഈ തിയറി സെഷൻസ് പോലെ കാര്യങ്ങളാണ്. പക്ഷെ ഇതിൽ കറക്റ്റ് നമ്മൾ കമ്പനിയിൽ ഇങ്ങനെ റിപ്പോർട്ട് ഇപ്പൊ ഇങ്ങനെ ഈ ടൈം ആകുമ്പോൾ സാർ പറയും ഇപ്പം ഇതുപോലത്തെ ടൂൾ ഉപയോഗിക്കേണ്ടി വരും എന്തായാലും നിങ്ങൾ, കാരണം കമ്പനിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ അവർ ചോദിക്കും ഈ റിപ്പോർട്ട് എങ്ങനെ റെഡി, അപ്പൊ നമ്മൾ ഈ ടൂൾ ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഇത് പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല അനുഭവമായിരുന്നു. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു പറഞ്ഞത് ശരിയാണ്. നമ്മളെല്ലാരും ഓർക്കും യൂട്യൂബിൽ നമുക്ക് എന്തും പഠിക്കാം, യൂട്യൂബ് നോക്കിയാൽ നമുക്ക് എന്തും പഠിക്കാം എന്നൊക്കെ പറയാറുണ്ട് പല കുട്ടികളും. പക്ഷെ ഒരു പരിധി വരെ അപ്പുറം നമുക്ക് യൂട്യൂബ് മീഡിയ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ജസ്റ്റ് സബ്സ്ക്രൈബേഴ്സിനും ജസ്റ്റ് വ്യൂവേഴ്സിനും വേണ്ടിയിട്ട് ഒരു എന്താ പറയാ ഇടുന്ന കുറെ വീഡിയോസ് ഉണ്ട്, കണ്ടിന്യൂറ്റി കിട്ടില്ല. സോ അത് എബിൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ട് കാര്യമാണ് കേട്ടോ. അതിന് നമ്മള് ഒരു ട്യൂട്ടറിന്റെ കീഴിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ട്യൂട്ടറിന്റെ കീഴിൽ ഇരുന്ന് വർക്ക് ചെയ്താൽ മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ. അത് അവോധയിൽ കിട്ടിയല്ലോ അല്ലെ? അപ്പം എബിനെ ഈ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണെന്നൊന്ന് പറയാമോ? നമ്മുടെ അവോധയുടെ ക്ലാസ്സസ് പ്ലാറ്റ്ഫോം എങ്ങനെയാണെന്നൊന്ന് എബിൻ പറയാമോ? ക്ലാസ്സസ് ഒക്കെ നമുക്ക് വേറൊരു ഇതെന്ന് വെച്ചാൽ ക്ലാസ് നമുക്ക് ഏത് ടൈമിൽ അറ്റൻഡ് ചെയ്യാം. രാത്രി വേണമെങ്കിൽ രാത്രി, ഇത്ര ടൈമില്ല. ലൈവ് സെഷൻസ് വേണമെങ്കിൽ മാത്രം നമ്മൾ അതിൽ ജോയിൻ ചെയ്താൽ മതി. ലൈവ് സെഷൻസ് വേറെ ഉണ്ട്. ഇപ്പം മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ രാത്രി നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഇഷ്ടമുള്ള ടൈം തീർക്കാം. 6 മാസം ഡ്യൂറേഷൻ ഉണ്ട്. നമുക്ക് അതിൽ ഇഷ്ടമുള്ള ടൈമിൽ ക്ലാസ് തീർത്താലും മതി.
അതാ അതാണ് മെയിൻ ആയിട്ട് ക്ലാസ്സിന്റെ ഇത്. പിന്നെ ആദ്യം തന്നെ എനിക്ക് കുറച്ച് ഈ ചില ടെക്നിക്കൽ വിഷയത്തിൽ വരുമ്പോ തന്നെ ഞാൻ ഫസ്റ്റ് ആര്യേശ ആയിരുന്നു വിളിച്ചത്. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേക്കാം, ഒന്നുകൂടെ പറഞ്ഞത് ഞാൻ കേട്ടില്ലടാ. കേൾക്കുന്നുണ്ട് ഇപ്പൊ കേക്കാം. അത് ഈ ക്ലാസ്സസ് നമുക്ക് ഏത് ടൈമിൽ അറ്റൻഡ് ചെയ്യാലോ, ഈ അവോധന്റെ ക്ലാസ് റെക്കോർഡ് സെഷൻസ് അല്ലേ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ അറ്റൻഡ് ചെയ്യാം. രാവിലെ നമ്മൾ ജോലിക്ക് പോവാണെങ്കിൽ തന്നെ വൈകുന്നേരം നമുക്ക് വന്ന് അറ്റൻഡ് ചെയ്താൽ മതി. അതൊരു ഭയങ്കര പ്ലസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഈ ആദ്യം എനിക്ക് ഈ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ക്വിസ് ഒക്കെ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അടുത്ത സെഷൻസിലേക്ക് പോകുമായിരുന്നു. അപ്പൊ അതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ടൈമിലൊക്കെ ഞാൻ നേരെ ആര്യേച്ചിനായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. ആര്യേച്ചി അപ്പൊ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്തുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ആര്യേച്ചി ശരിക്കും ഹെൽപ്ഫുൾ ആയിരുന്നു. ഇൻഫോപാർക്കിലെ ആര്യ ചേച്ചിയാണോ? അതെ തന്നെ, അവരായിരുന്നു എല്ലാത്തിനും വിളിച്ചോണ്ട്. ഈ ഒരു പർട്ടിക്കുലർ സെക്ഷൻ കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാവും. പക്ഷെ ഡൗട്ട് പോകും ഈ കാര്യം. അത് അമ്മ പറഞ്ഞ ശരിയാണ്. നമ്മള് അവോധ എന്ന് പറയുമ്പോൾ നിങ്ങളെ പോലുള്ള സ്റ്റുഡൻസിന്റെ ഒരു ഫീഡ്ബാക്കും ഒപ്പം നിങ്ങൾക്ക് ഫുൾ ടൈം സപ്പോർട്ടായി നിൽക്കുന്ന സ്റ്റാഫിന്റെ ഒരു ഹാർഡ് വർക്കിങ്ങും ആണ് നിങ്ങൾ ഇതിലേക്ക് എത്തിക്കണേ. സോ നിങ്ങള് നമ്മളെ പോലുള്ള അക്കാഡമിക് കൺസൾട്ട്സിനെ ഓർക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ എന്താ പറയാ ഗിഫ്റ്റ്, ഏറ്റവും വലിയൊരു എന്താ പറയാ. താങ്ക് യു സോ മച്ച്. പാരിക്ക് വേണ്ടിയിട്ട് എപ്പിനോട് ഞാൻ താങ്ക് യു പറയുന്നു ഫോർ റിമെമ്പറിംഗ്. ഓക്കെ, then അവോധയുടെ ക്ലാസ്സസിനെ പറ്റി പറഞ്ഞു. then after നമ്മുടെ ഈ ഈവൻ എക്സാംസ് ഒക്കെ നടത്തുന്നുണ്ടോ നമ്മുടെ അവോധ? എക്സാംസ് വല്ലതും നടത്തുന്നുണ്ടോ? ഓരോ സെഷൻ കഴിയുമ്പോൾ ക്വിസ് ഉണ്ടാവാറുണ്ട്. അപ്പം അത് ക്ലിയർ ചെയ്താൽ മാത്രമേ അതിന് എത്ര അറ്റംപ്റ്റ് വേണമെങ്കിൽ എടുക്കാം. എന്നുവെച്ചാൽ ഒരു അറ്റംപ്റ്റ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അടുത്ത അറ്റംപ്റ്റ്, അങ്ങനെ എത്ര അറ്റംപ്റ്റ് വേണമെങ്കിൽ എടുക്കാം. മാക്സിമം 100 അറ്റംപ്റ്റ്സ് അങ്ങനെയാണ്. അപ്പം അതെങ്ങനെയാലും ക്ലിയർ ചെയ്യണം. അതാണ് ഓരോ സെഷൻ കഴിയുമ്പോഴും അതുണ്ടാവും ക്വിസ്. പിന്നെ എക്സാം എന്ന് പറയുന്നത് അവസാനമാണ് എക്സാം വരുന്നത്. അത് അസൈൻമെന്റ് ഉണ്ടാവും സബ്മിറ്റ് ചെയ്യാൻ. അതന്നെ. ഈ അസൈൻമെന്റ്സ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റം വേണമെന്ന് മാൻഡേറ്ററി ആണോ? അതെ, എന്റെ അടുത്ത് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ തന്നെ യൂസ് ചെയ്യും. വേണ്ടെന്നാണ് ആദ്യം ആര്യേച്ചി പറഞ്ഞിട്ടുള്ളത്. ഫോണിലും വേണേ പഠിക്കാം, കുഴപ്പമില്ല. അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്തായാലും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സിസ്റ്റം ആവശ്യം വരും, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ അതെന്തായാലും വേണ്ട വരും. നമ്മുടെ ക്ലാസ്സിന്റെ ഇപ്പം നമുക്കിപ്പോ ആപ്ലിക്കേഷൻ ആയി, വെബ്സൈറ്റിൽ ഇപ്പൊ ആപ്ലിക്കേഷൻ ഒക്കെ ആയി. സോ നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ഫീഡ്ബാക്ക് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലിയർ ആകുന്നില്ല. നമ്മുടെ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയുണ്ടായിരുന്നു? വെബ്സൈറ്റ് ഈസി ആയിരുന്നു. അപ്പം ചില ഡൗട്ട് ഞാൻ പറഞ്ഞില്ല ഓൾറെഡി. ക്വിസ് ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് അടുത്ത സ്റ്റേജ് മൊത്തം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് കയറാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്ന് വെച്ചാൽ ഫുൾ മാർക്ക് എടുത്താൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിപ്പോ ഒരു ആൻസർ ഒക്കെ റോങ് ആക്കിയാൽ തന്നെ അത് അടുത്ത അറ്റംപ്റ്റ് ചെയ്ത് നമ്മൾ ഫുള്ള് ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രമേ അടുത്ത ഇതാകാം. അപ്പൊ എനിക്കത് അറിയില്ലായിരുന്നു. അപ്പം നെക്സ്റ്റ് ടൈം പോകുന്നില്ലായിരുന്നു. അതായിരുന്നു മെയിൻ പ്രശ്നം. നേരെ ആര്യേച്ചിയെ വിളിച്ചു. അപ്പം ചേച്ചി പറഞ്ഞത് ഇങ്ങനെയാണ് സംഭവം. പിന്നെ കുഴപ്പമില്ലായിരുന്നു. വേറെ അങ്ങനെ ഇതൊന്നുമില്ല. നമ്മുടെ ഇന്റേൺഷിപ്പ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെ പോകുന്നു? നല്ലതായിട്ട് പോകുന്നുണ്ടായിരുന്നു. കട്ടായി. പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണോ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാ. പിന്നെ ചെറിയ വ്യത്യാസം, അതിപ്പോ എങ്ങനെയായാലും നമ്മള് വർക്ക് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം വരും. അതുണ്ട്. ഏകദേശം പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ. വലിയ കുഴപ്പമൊന്നും ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എത്ര ഇന്റേൺഷിപ്സിന്റെ കോള് വന്നിട്ടുണ്ടായിരുന്നു അവോധയുടെ സൈഡിൽ നിന്ന്? ഇന്റേൺഷിപ്പ് ഇത് ഫസ്റ്റത്തെ ഇതിൽ തന്നെ ഞാൻ കയറി. കാരണം ഞാൻ ഓൾറെഡി ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അവോധയിൽ വരുന്നതിന് മുമ്പേ തന്നെ. അപ്പം അവിടെ തന്നെ സെലക്ട് ചെയ്തത്. പക്ഷെ എനിക്കൊരു കോഴ്സിന്റെ ഒരു കുറവുള്ളതുകൊണ്ടായിരുന്നു ഞാൻ ഇതിനെ പഠിച്ചിട്ടില്ല. സ്വന്തമായിട്ട് പഠിച്ചെന്നുള്ളൊരു പ്രശ്നത്തിലായിരുന്നു എനിക്കത് കിട്ടാണ്ടിരുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ആ കമ്പനി കയറാന്ന് വെച്ച് നിൽക്കായിരുന്നു. അപ്പോഴാണ് ഈ ഫസ്റ്റ് കോൾ വന്നത്, ഈ അവോധയുടെ. ഫസ്റ്റ് തന്നെ ഞാൻ കയറി. ഫസ്റ്റ് ഇതിൽ തന്നെ കയറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ അവോധയ്ക്ക് എത്ര റേറ്റിംഗ് തരും? കേക്കട്ടെ. റേറ്റിംഗ്
8, 9 അതെ. ഫുൾ റേറ്റിംഗ് എങ്ങനെയാലും ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റി ആരായിരുന്നു? ജോസഫ് സാർ ക്ലാസ് ആണോ? ആണ്. അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ആദ്യം ചോദിക്കണ്ടായിരുന്നു. ഏത് കോളേജിലാ പഠിച്ചത്? ഞാൻ പഠിച്ചത് വേറെ ഫീൽഡായിരുന്നു. ഞാൻ പഠിച്ചത് വേറെ ഇൻസ്ട്രുമെന്റേഷൻ ആയിരുന്നു. അപ്പം അതിലും പിന്നെ അതിൽ പോയിട്ടില്ല. അതിൽ നിന്ന് വേറൊരു ഫീൽഡിലേക്ക് കാരണം മാറിയതാ. അതിന്റെ വെബ്സൈറ്റിനകത്ത് ഫൈൻഡ് യുവർ പാഷൻ എന്ന് എഴുതിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള ഒരു ഐഡിയൽ ഉദാഹരണമാണ് ഫൈൻഡ് യുവർ പാഷൻ. നമ്മള് വെബ്സൈറ്റ് തുറക്കുമ്പോഴേ കാണാൻ പറ്റും. നിങ്ങളെയൊക്കെ മുൻകൂട്ടി കണ്ട് നമ്മൾ എഴുതി വെച്ചേക്കുന്നതാണ്. അങ്ങനെയുണ്ട്.